ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം 2:59, 3 മണി. നിങ്ങൾ വിചാരിക്കണ്ടാവും എനിക്കെന്താ വട്ടായോ എന്നുള്ളത്. ദിമിമുവാവ് ഇപ്പം തന്നെ ഉറങ്ങിയുള്ളൂ. ഞാൻ റെഡിയായി, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. നമ്മളിന്ന് കണ്ണൂർ പോവാണ്. ഓഫ് ടു കണ്ണൂർ. യെസ്, നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ കണ്ണൂരിൽ പോവാം. അപ്പം അതെന്തിനാ പോണേ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പോൾ വെൽക്കം ബാക്ക്. ഇത്രയും നേരത്തെ അതെ ഇപ്പം 3 മണിയായി. യെസ്, എവിടെ ഇത്രയും നേരത്തെ ഒരു ഗുഡ് മോർണിംഗ് ആദ്യമായിട്ടായിരിക്കും. ആക്ച്വലി ഞാൻ ഉറങ്ങിയിട്ടില്ല, മീമൂപ്പൻ ഉറങ്ങിയുള്ളൂ. അപ്പോൾ നമുക്ക് 4 മണിക്ക് വണ്ടി വരും. 4 മണിക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ പള്ളിക്കുന്നത്തെന്നാണ് പോണേ. അപ്പോൾ 4 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് പള്ളിക്കുന്നത്ത് എത്തണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര കേൾക്കേണ്ടത് എനിക്കറിയില്ല. മീമു അപ്പുറത്ത് റൂമിൽ കിടന്നുറങ്ങാൻ, ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് വീഡിയോ എടുക്കണേ. ഓക്കെ, ഞാൻ തെറ്റിക്ക് പറയണേ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവണ്ട. അപ്പോൾ നമുക്ക് 4 മണിയാകുമ്പോഴത്തേക്കും പള്ളിക്കുന്നത്ത് എത്തണം. അപ്പം ഞാൻ വേഗം അവൻ ഉറങ്ങിയ ക്യാപ്പിൽ ഞാനിനി ഉറങ്ങിയാൽ എനിക്ക് ഉറക്കക്ഷീണം മാറില്ല, എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ വേഗം റെഡിയായിട്ട് ഇനി ഞാൻ മിമ്മുൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം കിടക്കും. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി വരുമ്പോൾ നേരെ എഴുന്നേറ്റ് അതിനകത്ത് കയറി ഇങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ കുറച്ച് അലങ്കോലങ്ങളൊക്കെ കാണാം. എനിവേസ്, നമുക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് കംഫി ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്, ഒരു കോട്ടൺ സെറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ മിമുവാവ കുറച്ച് മോഷൻ സിക്നസിൻ്റെ ആളാണ്. അപ്പോൾ എന്താക്കുമെന്നറിയില്ല, ഇത്രയും ദൂരമുണ്ട്. പിന്നെ നമ്മൾ ട്രാവലറിലാണ് പോണേ. അപ്പം അതുകൊണ്ട് വലിയ കലാപം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ഇവളെ ഇനി നേരെ എടുത്ത് കയറിയാൽ മതി വണ്ടിയിലോട്ട്. ആ സെറ്റപ്പിലൊക്കെ എടുത്തേക്കണേ. ഉറക്കത്തിൽ എഴുന്നേപ്പിച്ച കയ്യിപ്പെടും ചിലപ്പോൾ. ആളെ ഡീപ് സ്ലീപ്പിലോട്ട് പോയിട്ടില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഈ സ്ഥലം കൈനാട്ടി. നമ്മൾ മറ്റേ കൊയിലാണ്ടി പയ്യോളി ഒക്കെ കഴിഞ്ഞു. കൈനാട്ടി എന്നൊരു സ്ഥലം. എടുത്തോ വേറൊരു കടയെന്ന് പറഞ്ഞിട്ടില്ല, അത് അമ്പത്രേസ്യയുടെ പള്ളിയാണ്, മാഹി പള്ളി. നമ്മൾ പോകുന്ന വഴിയിലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കയറി. ഞാനും പപ്പയും ഇന്ന് ആക്സിഡൻ്റലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാച്ചാണ് അറിയാണ്ട് ഫോട്ടോ എടുക്കുക. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ 2 പേര് ഇറങ്ങിയത്. ഇപ്പം അത് 2, 4, 5 പേരായി. നല്ല ടേസ്റ്റ്. ഞാൻ പപ്പോട് പറയായിരുന്നു നല്ല മധുരല്ലേ? നല്ല മധുരമുണ്ട്.
ഇത്ര ടേസ്റ്റ് ഉള്ളത് കിട്ടാറില്ല നല്ല സ്ട്രോബെറി ആട്ടോ നല്ല രസം ചലിച്ച് ഇഷ്ടായ ഒരു വീടൊന്നല്ല അതിൻ്റെ ഇടയിൽ കുറേ വീടുണ്ട് നമ്മൾ വളവും തിരിഞ്ഞാണ് പോകുന്നത് നല്ല ഇഷ്ടണ്ടാ ക്ലീൻ ആയിട്ടുള്ള സ്ഥലമല്ലേ അതായത് റോഡരികില് വേസ്റ്റോ അങ്ങനത്തെ നമ്മുടെ ഇവിടെ ആൾക്കാർ പെരുപ്പം കൊള്ളും സ്ഥല സൗകര്യങ്ങൾ കുറവും അപ്പൊ എല്ലായിടത്തിടും ഇത് ഇവിടുത്തെ പട്ടിയാണ് ആ അതാണോ ഓ ഇവിടെ ഒരു കുരിശുമലയുണ്ട് ഗൈസ് ആ കുരിശുമലയാണ് ഈ കാണുന്നത് ഇതിന്റെ ബാക്കിൽ കൂടെ അവിടെ കയറാന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളെ ഓഫ് റോഡാണ് ജീപ്പും പൂവും പിന്നെ നമുക്ക് വേണമെങ്കിൽ നടന്നും പോവാം അങ്ങനത്തെ സെറ്റപ്പ് ചേച്ചി അനീറ്റിമാരും അതാ മുകളിൽ കാണുന്ന പാറ അവിടേക്ക് എത്തണം പോണ്ട ആ ഇതൊരു ചെറിയ കോൺക്രീറ്റ് റോഡാണ് ഇവിടെ എന്താ ഇതങ്ങോട്ടേക്കാണ് വീട് ഇതാണ് മറ്റേ കുരിശുമലയിലേക്ക് ഇരുചക്രവാഹനങ്ങൾ കയറ്റുന്നത് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു കിടങ്ങൾ കൂടുന്ന സാഹചര്യം കിടക്കിലെടുത്ത് അപ്പം ഈ വഴിയാണ് മല കയറേണ്ടത് അടിപൊളി മിമുവിന് ഫ്രണ്ടിനെ കിട്ടി ആ മലയാണ് മിമു ചേട്ടയുടെ പേരെന്താ ചോദിക്ക് വണ്ടിയിലാ മിമു വാട്ട്സ് യുവർ നെയിം ചോക്കി വാട്ട്സ് യുവർ നെയിം ഇതെല്ലാം നമ്മൾ സീസണിൽ വരേണ്ടതായിരുന്നു അതും ഒരു കായ ഉണ്ടല്ലോ കണ്ടാ ഇത് എത്ര നാളായി ഇതൊക്കെ കണ്ടിട്ട് കമ്മലല്ലേ അതല്ലേ വരാൻ പറ്റാത്ത രണ്ട് തുല്യ ദുഃഖിതർ ആ പറ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അളിയനും അളിയത്തെയും വളിഞ്ഞിരിക്കുക ഓക്കേ ഇന്നത്തെ കോട്ട കഴിഞ്ഞു അതെ അതെ ഇന്നത്തെ ചളിയുടെ കോട്ട കഴിഞ്ഞു ചേട്ടൻ സെലിബ്രേഷൻ ഒരു ബോക്സാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് തന്നെ അറിയോ ടേക്ക് ഇറ്റ് ഇവിടുത്തെ പട്ടിയാണോ അല്ല അത് നമ്മൾ ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്നു ഫുഡൊക്കെ കഴിച്ചു കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു ഇനിയിപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് മാത്രമേ ഉള്ളൂ ചായ വന്നു കടിഞ്ചായ എന്നല്ലേ പറയാ കടിഞ്ചായ വന്നു ഇപ്പം നമ്മൾ കടിഞ്ചായൊക്കെ കുടിച്ച് നമുക്ക് സ്റ്റേ ഇവിടെ അടുത്തൊരു വീടുണ്ട് വേണ്ട അപ്പം നമുക്കൊരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ പോയി ഫ്രഷപ്പായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മളിനി നേരെ പള്ളിയിലോട്ട് 5 മണിക്കാണ് ബാപ്റ്റിസം ബാക്കിയൊക്കെ ഏഞ്ചൽസ് കം ടു സ്റ്റേ ഇവിടെ ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യണേ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ രാത്രി നല്ല വൈബായിരിക്കും കണ്ണൂരിൽ ഇങ്ങനൊരു മുഖം ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് അറിയണേ കണ്ണൂരെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് ബോംബൊക്കെയാണ് ഓർമ്മ വരിക
ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ വരുന്നത്, അത് വേറൊരു കാര്യം. നമ്മളിതിലൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും പൂളുണ്ട്, ബട്ട് ക്ലീൻ ആണോന്നറിയില്ല. ഹലോ, ആടിക്കളിക്കുക ബിമു. അയ്യോ ഇപ്പൊ അത് വേണ്ടേ? ആഹാ, ജോൺസങ്ങൾ ഇറങ്ങി അടുത്ത ആള്. കോച്ചി പിടിക്കരുത് കേട്ടോ. അല്ലാത്തവര് പോയാ കുഴപ്പമില്ലല്ലോ. അവിടെ അധികാരം പോവാത്തത് കൊണ്ട് ചിലപ്പോ അടിയില് വഴുക്കലുണ്ടാവും. പിന്നെ നടന്നു വരുമോ? കേറാൻ പറ്റുമോ? ഇതെന്ത് താവളിരിക്കണ പോലെ ഇരിക്കണ. മിമോ നമ്മൾ റെഡിയായി. 5 മണിക്കാണ് കുർബാനി, മാമോദീസ കുർബാനയുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാം. അപ്പം ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കുറച്ച് ഫുട്ടേജസ് ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ജോലു, മിമു, പപ്പ, ജോണപ്പാപ്പ, ദോസപ്പാപ്പ, വിവേകികൾക്ക് ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാവക്കരകൾ കഴുകി ശിശു ബുദ്ധജന്മം പ്രാപിക്കട്ടെ. പാപോദരം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുക. ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് നൽകി വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുക. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജേക്കബ് മാമോദിസ നിന്നെ അനുഗ്രഹിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദൈവമായിരിക്കട്ടെ. ആത്മസമീപനം നിറയട്ടെ. അങ്ങനെ നമ്മുടെ ബാപ്റ്റിസം കഴിഞ്ഞു. ഇനി അവിടെ ഹാളില് പരിപാടി. ഉണ്ടല്ലോ, കിഡുവാണ്. വൺ വൈബ് എന്ന് പറഞ്ഞാൽ വൺ വൈബ് ഉള്ള കോടയാണ് ഗൈസ്. ഞാൻ ഈ തെക്കോട്ടൊക്കെയാണ് ഇങ്ങനെ റൂട്ടിൽ നിന്ന് സ്റ്റെയർ വന്നിട്ട് പള്ളി ഇങ്ങനെ ഹൈറ്റിൽ പള്ളിയുള്ളത് കണ്ടാണ്. ആക്ച്വലി മലബാർ ഭാഗത്തോട്ടും അങ്ങനെ തന്നെ. പോയി. ഹലോ, ജോളിയമ്മ ഇഷ്ടപ്പെട്ടു. ഹെവൻലി ഡെക്കോറാണ്. ഇതാണ് നമ്മുടെ ബാപ്റ്റിസം ബോയുടെ ചേട്ടൻ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡെക്കോർ. താങ്ക് യു. എന്താ പറയാത്ത ബിരിയാണി, സാലഡ്, അച്ചാറ്, ഇത്രയാണ് ഫുഡ്.
മൈക്കി കൂടെ ചിരിക്കില്ലേ? പാട് അത് ചിറ്റ പാട്